ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് കമൻസ് ഇട്ട എല്ലാ പുതിയ പഴയ ആൾക്കാർക്കെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഈ അഖിലിൻ്റെ എൽദോടെയും കാര്യം എന്താണോ അവരുടെ ഒരു പ്രത്യേക കമൻ്റ് ഉണ്ടെങ്കിലേ ഞാൻ പറയത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പറയാറില്ല. അവരെ എടുത്തു പറയാൻ കാര്യം അവർ രണ്ടും എൻ്റെ അനിയൻ കൊച്ചുങ്ങളാണ്. നമ്മൾ പെണ്ണുങ്ങൾ ഒരു വീഡിയോ കാണുന്ന പോലെ അത് നമ്മുടെ വീഡിയോ കാണുന്ന പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പം ഇന്നലെ അഖിൽ പറയുക, ഇതുങ്ങൾക്ക് ഇങ്ങനെ, ഞാൻ തന്നെ ചോദിക്കും ചേട്ടാ നിനക്ക് ഇങ്ങനെ കമൻറ്റ് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? ചേച്ചിയേ ഇല്ല, പെൺകൊച്ചുങ്ങൾ പെൺകുട്ടികളെന്നാ ഡ്രസ്സ് ഇറക്കം, പെൺകുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഇറക്കം കുറഞ്ഞു വരുന്ന ചേച്ചിയുടെ വീഡിയോയുടെ ലെങ്ത് കുറഞ്ഞു വരുവാണല്ലേ. എനിക്ക് സത്യം പറഞ്ഞത് കേട്ട് ചിരിയും വന്നു. വള്ളയാ ഇപ്പോഴത്തെ ഓരോ ചില പിള്ളേരുടെ ഡ്രസ്സൊക്കെ കണ്ട അത്. അപ്പം നമ്മളതിൽ കുറ്റം പറയുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടം അവരുടെ താല്പര്യത്തിനനുസരിച്ചിടുന്നു. പക്ഷേങ്കിൽ അമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പെൺമക്കളൊക്കെയാ, നമ്മളിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കാലമെന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അത് പറഞ്ഞപ്പോഴത്തെ നാട്ടിലെല്ലാം കണ്ട അർജുൻ്റെ കാര്യം നിയമയെ ഓർത്തിട്ട് വയ്യ. ആ കൊച്ചൻ്റെ ജീവനോടെ ഇങ്ങ് കിട്ടിയാൽ മതിയായിരുന്നു. വണ്ടി കൊണ്ട് പോയതേ ഓരോരുത്തർ ജീവിക്കാൻ എന്തെല്ലാം അനുഭവിക്കുന്നു. എത്ര ദിവസം കൊണ്ട് ഇങ്ങനെ തെരച്ചിലാണ്, ഇതുവരെയും കണ്ടു കിട്ടിയില്ല. അതുപോലെ വേറൊരു സംഭവം, നാട്ടിൽ നിന്ന് ഒരു ഗൾഫിൽ പോയ ഫാമിലി കുടുംബമായിട്ട് മരിച്ചത് കണ്ടില്ലേ. നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞ്, ഒരു മാസം അവധി കഴിഞ്ഞ് ഗൾഫിൽ പോയ, അപ്പോൾ ഇതുപോലെ എന്തോ ഇതിൻ്റെ പ്രോബ്ലം വന്ന് തീയൊക്കെ ആയി. അതും പുക ശ്വസിച്ച് അവർ അപ്പുറത്തെ വീട്ടിൽ പോയി ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്ന് ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങി. അപ്പനും ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളും 4 പേരും ഓൺ ദ സ്പോട്ടിൽ. കാരണം ചിലർക്ക് അറിയത്തില്ലായിരുന്നു, ഇവർ നാട്ടിൽ പോയേക്കോന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ഫയർഫോഴ്സൊക്കെ വന്ന് കുത്തി തുറന്നെന്നാണ് പറയുന്നത്. എന്തൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരു മാസം നാട്ടിൽ നിന്ന് എല്ലാവരെയും കണ്ടിട്ടൊക്കെ പോയതാണ്, ജീവിക്കാൻ വേണ്ടി പോയല്ലേ. അതോ പ്രായമോ ഇല്ല, 38 വയസ്സേ ഉള്ള സഹോദരന് കുഞ്ഞുങ്ങൾ, ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. ഷോർട്ട് സർക്കുലേഷനായിരുന്നു. എന്താ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയും മീൻകറിയും വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എല്ലാ ഒരു വികാരമല്ലേ കപ്പയും മീൻകറിയും ഒക്കെ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട് റൂമിൽ അത് ക്ലീൻ ചെയ്യാൻ, അതൊരു ടൈലാണ്, അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പ്രയാസം തോന്നുന്നു. അന്നേരം ഒരു കമൻറ്റ് വന്നായിരുന്നു, ബിജി വാക്യൂം ക്ലീനർ ഉപയോഗിച്ചാൽ നല്ലതാണ്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞു തന്നെ ഇവിടെ ഒരു വാക്യൂം ക്ലീനർ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, അത് വലിയ ഒരെണ്ണമായിരുന്നു. അത് എടുത്ത് പോക്കാൻ തന്നെ അത് നമ്മളെടുത്ത് അതിൻ്റെ ഞാൻ അടുക്കളയുടെ മണ്ടയിലിട്ടേക്കുമായിരുന്നു. പിന്നെ അത് ഉപയോഗിക്കാതിരുന്നിരുന്നിരുന്ന് അങ്ങ് വന്നലായി. ഈ എടുക്കാനുള്ള മെനക്കേട് കൊണ്ടാണ് നമ്മൾ എടുക്കാതെ. ഈ കഴിഞ്ഞിടെ പിന്നെ റീച്ച വീണ്ടും ഒരെണ്ണം വാങ്ങിച്ച്, അത് 2000-3000 രൂപയുടെ ചെറുതാണ്, കുഞ്ഞതാണ്. അപ്പോൾ എന്നോട് പറയും വാക്യൂം ക്ലീനർ വെച്ച്. അത് ഞാൻ പറയും, പോൾമോനെ നീ ഒരു ദിവസം ഒന്ന് ചെയ്യടാന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും സൺഡേ അല്ലേ അവധി. ഞാനിപ്പോൾ എല്ലാം ഇതൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി അതിൻ്റെ പുറകെ നടക്കാം. അപ്പോഴത്തേനും നമ്മുടെ വീട്ടുകാര്യങ്ങൾ അതുപോലെ അങ്ങ് നിൽക്കും. അതുകൊണ്ടാണ് ചെയ്യണം. എന്നേലും അത് പിന്നെ പോൾമോൻ്റെ കട്ടിലിൻ്റെ അകത്തെടുത്ത് വെച്ചേക്കുക. അതൊക്കെ എടുക്കുന്ന മെനക്കേടല്ലേ എല്ലാവർക്കും, സൂക്ഷിച്ച് വെച്ചേക്കുക. എൻ്റെ ഒരു സ്വഭാവമുണ്ട്, ചില കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കും. ഇതിൻ്റെ കാര്യമല്ല, വേറെ. പിന്നെ സമയത്ത് ചോദിക്കുന്നുണ്ട് എവിടാന്നറിയത്തില്ല, അത്രയ്ക്ക് സൂക്ഷിച്ചാണ് വെക്കുന്നത്. ചോദിച്ചാൽ പറയാം, അവൾ സൂക്ഷിച്ച് വെച്ചത് ഇപ്പം എവിടാന്നറിയത്തില്ല. ഇപ്പോൾ എനിക്ക് ഭയങ്കര മറവിയാണ്. ഓക്കെ, അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അരിയൊക്കെ കഴുകി അടപ്പത്തിട്ടു. അതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു.
അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി മീനുണ്ടായിരുന്നു, ഇന്നലെ മീൻ വാങ്ങിച്ചായിരുന്നല്ലേ, ആ മീനൊക്കെ എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഐസ് മാറാനായിട്ടേ. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലേ ഇന്ന് കപ്പ വേവിക്കുമെന്ന്, ആ ഒരു ധാരണ ഉള്ളത് കൊണ്ട് എല്ലാം രാവിലെ പെട്ടെന്ന് ചെയ്തു തീർത്തു. അപ്പം ഹോളിൽ അപ്പനും മക്കളും എല്ലാം കൂടെ ഭയങ്കര എന്താ സംസാരം. ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരട്ടെ. കാണുന്നവർ എന്തൊക്കെയോ എൻ്റെ പ്രൈസമ്മോൻ എന്തോ പഠിത്തമാണ്. ഇപ്പൊ അങ്ങോട്ട് ഇരുന്നേ ഉള്ളു. ഇവന്റെ പഠിത്തം കണ്ട അതിനേക്കായി ക്ലാസ് റാങ്ക് അവൻ. അവൻ എന്തോന്നോ എക്സാം എഴുതിയിട്ട് എന്താടാ ഇത് എഴുതാഞ്ഞെന്ന് വെച്ചാൽ പറയാം ഞാൻ പഠിച്ചത് വന്നില്ലെന്ന്. അച്ചാച്ചൻ നീ എന്ന് പറഞ്ഞാ നിന്നെയൊക്കെ താണ ആൾക്കാരെ ഏജ് കുറഞ്ഞവരെ പറയാം. അപ്പാന്ന് ചിലര് പറയും. അങ്ങനെ പപ്പാണെന്നുള്ള അർത്ഥത്തിൽ അവൻ ചോദിച്ചേ. എടാ ബർത്ത്ഡേക്ക് ആരും ഗിഫ്റ്റ് ചോദിക്കത്തില്ല കേട്ടോ. ഇന്നലെ ചെന്ന് അപ്പച്ചനോടും ചോദിക്കുന്ന കേട്ട് എനിക്ക് പാർട്ടി വരുന്നില്ല. അത് പറഞ്ഞായിരുന്നു സൺഡേ ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് പോട്ടെന്ന്. വലിയ ചെറുക്കനായി. രാവിലെ ഇവിടെ ഞാൻ അടുക്കള നിൽക്കുന്ന സമയത്ത് റൈച്ചാൻ ഓഫീസിൽ പോകുന്നിടം വരെ ഇവിടെ ഇതാ ചിലപ്പോൾ പോളിനെ പഠിപ്പിക്കുന്നതിൻ്റെ ബഹളമായിരിക്കും, മീൻസ് ഓരോന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ബഹളമായിരിക്കും, കൊച്ചവൻ്റെ ബഹളമായിരിക്കും. ഇവൻ എന്തെങ്കിലും കൊച്ചവൻ ചെയ്താൽ പോൾ അവിടെ നിന്ന് അയ്യേ അയ്യേ ശേഷി എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടാൽ മതി പ്രൈസന് പിന്നെ ദേഷ്യമാണ്. അപ്പോൾ ഇപ്പം കുറച്ചു നേരം പറഞ്ഞുകൊണ്ടേ അങ്ങ് എന്തോ പറയണമെന്നറിയാതെ അങ്ങ് മിണ്ടാതെ നിന്നതാണ്. എനിക്ക് ഭയങ്കര ഓർമ്മയായി. ഇപ്പം ഇന്നലെ മെനഞ്ഞാന്ന് അങ്ങാണ്ട് പൊതിഞ്ഞു വെച്ചതാണ്. അപ്പം ഞാൻ ഇന്നലെ തുണി എടുത്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് 4 എനിക്കത്ര ഓർമ്മ നിൽക്കത്തില്ല. ഞാൻ നോക്കിയാണ് എന്തോടാ അവനെന്ന് പറയാല്ലെന്ന്. ഈ നോർമൽ സൗണ്ട് ഇട്ടാൽ ഞാൻ പറഞ്ഞില്ലേ ബിൽഡിങ്ങിൻ്റെ പണിയാണ്. അപ്പം ഈ ടൈലൊക്കെ കണ്ടിക്കുന്ന അതിൻ്റെ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെയൊക്കെ സൗണ്ടാണ് അത്. ടൈല് കണ്ടിക്കുന്നതിൻ്റെ എന്താണ്ടൊക്കെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നടക്കുന്നതാണ്. അപ്പോൾ ഈ പ്രൈസൻ നീയെന്നും ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ തിരുത്തും, പക്ഷേ ഇവർ പറയും, പക്ഷേ അങ്ങോട്ട് മനസ്സിലാവത്തില്ല. അപ്പം വേറൊരു വേട് അവനിവിടെ പറഞ്ഞ് അതാ പോള് പറഞ്ഞ് അങ്ങനെ പറയരുതെന്ന്. അവൻ എന്തോന്ന് പറഞ്ഞുണ്ടേ ഞാൻ ഈ പെട്ടെന്ന് മലയാളത്തിൽ ചിലപ്പോൾ ഇവരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ
പോളിരുന്ന് ചിലപ്പോൾ ഇരുന്ന് ചിരിക്കും. എന്തിനാണെന്നോ അവനാ മലയാളം വേർഡ് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അവന്മാർ തന്നെ രണ്ടുപേരുടെ ഇതുപോലെ മലയാളം കിടന്ന് പറയും. ഇങ്ങനെ ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ അവരവിടെ നിന്ന് അവരുടെ പരിപാടികളാണ്. ഞാൻ അവിടെ പോയി നിന്നാൽ പിന്നെ എൻ്റെ പരിപാടികളിലൂടെ ഒന്നാമത് ഇന്ന് കപ്പയും വേവിക്കണമല്ലേ. അപ്പോൾ അങ്ങനെ നിന്ന് എൻ്റെ കുറേ സമയം പോയി. ഞാൻ അതാ പോയി വീഡിയോ എടുക്കാത്തത്. എന്നോട് എല്ലാവരും പറയും പോയി അപ്പച്ചൻ്റെയൊക്കെ വീഡിയോ എടുക്കണേ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലേ ഒക്കുമെങ്കിൽ എടുക്കുമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര നേരം അവിടെ പോയി നിന്നാൽ എൻ്റെ സമയം കുറേ പോയി. അപ്പോൾ ഇവർക്കെന്നാൽ ചപ്പാത്തി കഴിക്കാനായിട്ട് എന്നാൽ ഒരു ബുർജി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ കുറേ സവാളയും ടൊമാറ്റോയും എല്ലാം ഇട്ട് അരിഞ്ഞിട്ട് കുറച്ച് മുട്ടയും കൂടെ 3-4-5 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചാൽ ബുർജിയാവും. അപ്പോൾ അത് ചപ്പാത്തിക്ക് അവർക്ക് കുറേ നാളായി ഇപ്പം ബുർജി ഉണ്ടാക്കിയിട്ട്. ഈ ഇടയ്ക്കൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്നുണ്ട്. പ്രൈസിന് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് ഒത്തിരിയും ദിവസം ആയതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കിയുണ്ടെങ്കിൽ ആർക്കും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചവിടെ ഇടട്ടെ. അത് ഇച്ചിരി ഒന്ന് ആ മുട്ടയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതായിട്ട് വരാൻ. അരി ഞാൻ തിളപ്പിച്ചിട്ട് തിളച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഞാനങ്ങ് ഓഫാക്കി ഇട്ടിട്ടുണ്ടേ. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നേ ചോറുണ്ടാക്കുന്നതിന് സീരിയസ് ആയിട്ട് ചോദിച്ചാന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യുന്ന വിധം ഈ പറഞ്ഞത്. അരി തിളച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ അങ്ങ് ഓഫാക്കിയിടും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞൊരു അരമുക്കാൽ വേവുള്ള അരിയാണെങ്കിൽ അതനുസരിച്ചൊന്ന് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുക. അഥവാ ചൂടൊക്കെ ഇത്തിരി ഒന്ന് കുറഞ്ഞിരിക്കുമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഞാൻ തിളപ്പിക്കും. അപ്പോൾ ഇത് ഇച്ചിരി നേരം കഴിഞ്ഞാണ് നമ്മുടെ മുട്ടയൊക്കെ ഇത്തിരി ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിങ്ങ് എടുക്കട്ടെ. അപ്പം നമ്മുടെ ബുർജി ഉച്ചയ്ക്കുകാർക്ക് ചപ്പാത്തി കഴിക്കുന്നവർക്കൊക്കെ ഇനി ഇത് മതി. അപ്പം കപ്പയും ഇതൊക്കെ സാവകാശം ഉണ്ടാക്കിയാലും മതിയല്ലേ. നേരത്തെയൊക്കെ ഞാൻ കപ്പയ്ക്ക് നന്നായി തേങ്ങ ചേർക്കുമായിരുന്നു. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ കപ്പയ്ക്ക് തേങ്ങ ചേർക്കാതെ കപ്പ വേവിക്കുന്ന കണ്ടേ പിന്നെ ഞാൻ ചിന്തിച്ച് എന്നാലും അങ്ങനെ ചെയ്യാൻ എനിക്കങ്ങോട്ട് ഇല്ല. നമ്മൾ എവിടെ ഇപ്പം ഞാനിപ്പം നിങ്ങളടുത്ത് പറയും ബീഫിന് ഇത്തിരി കടുക് വറുക്കാത്തൊരു കടുക് വറുത്ത് നോക്കണേന്ന്. പക്ഷെ അത് ചിലർക്ക് ചെയ്യാൻ തോന്നും, ചിലർ ചെയ്യത്തില്ല. നമ്മളില്ല പണ്ട് തൊട്ടേ ചെയ്തത് നമ്മൾ എത്ര നേരം അതുപോലെ ചെയ്യും, ആരൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ പറയുന്നതൊക്കെ. അപ്പോൾ എന്നിട്ടും എനിക്ക് തേങ്ങ ഇല്ലാതെ അങ്ങോട്ട് ചെയ്യാനൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഒരു ഇച്ചിരി പേരിനും വേണ്ടി ഇച്ചിരി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില എൻ്റെ കയ്യിൽ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്തില്ല. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തൊന്ന് അരച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഒന്ന് ഞാൻ വെട്ടിയെടുക്കട്ടെ. എനിക്ക് ഇന്നത്തെ കപ്പ ഒരു അബദ്ധം പറ്റിപ്പോയി. കാരണം എൻ്റെ ചെന്ന് ഞാൻ നാട്ടിൽ നിന്ന് കപ്പ കൊണ്ടുവരാൻ തന്നെ കാര്യം ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ബെൻസി ഇങ്ങനെ പറഞ്ഞായിരുന്നു എടീ നല്ല വേവുന്ന കപ്പ കിട്ടിയെന്ന്. അപ്പോൾ അത് ഓർത്താണ് ഞാൻ നാട്ടിലെ കപ്പ ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ, ഒരു പൊടിയും രുചിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ എന്നോട് ആരാണ്ട് ചോദിക്കുകയും ചെയ്തു ഇവിടെ ഒന്നും കപ്പ കിട്ടത്തില്ലേന്ന്. കപ്പ കിട്ടും, ഞാൻ പറഞ്ഞില്ലേ ഇവിടെയും വേവുന്ന ആണെങ്കിലും കിശികിശായി ഇരിക്കുമെന്ന്. അപ്പോൾ ഞാൻ എന്നാൽ നാട്ടിലത്തെ നല്ല കപ്പയാണെന്നും പറഞ്ഞ് വാങ്ങിച്ചു. അപ്പം കൊണ്ടുവന്നിട്ട് ഞാൻ 2 കിഴങ്ങിൻ്റെ അകത്തുനിന്നും ഈ ഓരോ പീസ് ഒന്ന് കണ്ടിച്ച് ഒന്ന് ബോയിലാക്കി നോക്കി. അപ്പോൾ ഞാൻ കണ്ടിച്ചെടുത്ത ഒരു കപ്പയിലെ കിഴങ്ങ് നന്നായി വേവുന്നതും ഒരെണ്ണം വേവാത്ത കിശുകിശാ കിടക്കുന്നു. എന്തോ പറ്റിയോ അന്നേരം അമ്മയുടെ ഇങ്ങനെ പറഞ്ഞാൽ അമ്മ പറഞ്ഞു ഒന്നീ അത് അങ്ങ് വിളഞ്ഞ് മുറ്റിയതായിരിക്കും, അല്ലെങ്കിൽ വെള്ളം കയറിയതായിരിക്കുമോ അങ്ങനെ പറയുന്നു. വയലിലെ ചീനിയാണെന്നും പറഞ്ഞായിരുന്നു. ഒരു അപ്പാപ്പനും അമ്മാമ്മയും കൂടെ ഇരുന്നതാണ്. അപ്പോൾ അവരെ കണ്ടുകൊണ്ടാണ് റീച്ചാൻ എന്നാ ഒന്ന് പോയി വാങ്ങിച്ചുകൊണ്ടും വന്നത്. അപ്പോൾ ഇനിയും എന്തോ പറ്റിയോയെന്ന് എനിക്കറിയത്തില്ല, അങ്ങനൊരു അവസ്ഥയായി. പിന്നെ ഞാൻ 2 ഊറ്റിയിട്ട് കുക്കറി പണ്ട് വെച്ചതുപോലെ കുക്കറിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടിട്ട് അരപ്പിട്ട് ഒരു വിസിലടിച്ച് കുഴച്ചെടുക്കാമെന്ന് വെച്ച്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ ഒരു സംഭവം ഉള്ളായിരുന്നു. ചില കപ്പ വേവുന്നതായിരുന്നു, ചിലത് വേവാത്തയായിരുന്നു. അപ്പോൾ എന്തും അതിൽ ഒരു കിഴങ്ങ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനും വേവുന്നതായിരിക്കുമോ വേവാത്തയായിരിക്കുമോ എന്ന് അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ഇതൊന്ന് വിസിലടിച്ചൊന്ന് എടുക്കട്ടെ. അന്നേരം ഇന്നലെ വീട്ടിൽ വിളിച്ചപ്പോഴേ ഞാൻ ഉച്ചയ്ക്കായിരുന്നു വിളിച്ചോണ്ടേ ഞാൻ ചോദിച്ചാൽ എന്തെടുക്കും അമ്മേ, എന്നും നമ്മൾ വീട്ടിൽ വിളിക്കുമല്ലേ അമ്മേ. അപ്പം പറഞ്ഞ് കഴിക്കുമോ മക്കളെ. ഞാൻ ചോദിച്ചാൽ എന്തോ ഉണ്ട് കൂട്ടാൻ, ഞാൻ പറയത്തില്ല. അപ്പോൾ എനിക്കിതൊന്നും മനസ്സിലായി. ഞാൻ ചോദിച്ചു കപ്പയാണോ, അല്ല കളയ ചക്കയാന്ന്. അവർക്കറിയാം ഞാൻ കൊതി വിടുമെന്ന്. അപ്പം ചക്കയൊക്കെ എല്ലായിടവും തീർന്ന്, പക്ഷേ അവിടെ ഇങ്ങനെ ലാസ്റ്റ് നിന്ന് ഒരു ചക്ക പറിച്ചുകൊണ്ട് വന്ന് അത് വീട്ടിൽ ഒരു ചക്ക എടുക്കുവാണെങ്കിൽ എങ്ങനെയാണോ ചെയ്യുന്നത്, ആ ഒരു ചക്കയുടെ ആവശ്യം വരത്തില്ലല്ലേ. പൊളിച്ചിട്ട് എടുത്ത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ കവറിലാക്കി വെക്കും.
എന്നിട്ട് പിറ്റേ ദിവസവും അന്നേരം ആദ്യത്തെ ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. പിറ്റേ ദിവസം എളുപ്പം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അരിഞ്ഞാൽ മതിയല്ലേ, ഒരു കുഴപ്പമില്ല. അന്നേരം ചിലപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ട് ഇച്ചിരി ലൂസായിട്ട്, നാട്ടിൽ കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ കറണ്ട് പോകത്തില്ലേ, അതുകൊണ്ട് ഇത്തിരി ഒന്ന് സോഫ്റ്റായിട്ടിരുന്നാലും അത് വേവിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല, നല്ലതായിട്ടിരിക്കും. അങ്ങനെ ചക്കയായിരുന്നു ഇന്നലെ അവിടെ. ഇവിടുത്തെ പിള്ളേർ കൊച്ചിലെ കപ്പയും ചക്കയൊന്നും കഴിക്കത്തില്ലായിരുന്നല്ലേ, അതുപോലെ എൻ്റെ ബ്രദറിൻ്റെ മക്കളും ചക്കയും കപ്പയും ഒന്നും കഴിക്കത്തില്ലെന്ന്. ഇവിടെ പോളുമോൻ പിന്നെയും കഴിക്കുമായിരുന്നു തോന്നുന്നു കൊച്ചിലെ, കാരണം പോളുമോൻ കൂടുതലും നാട്ടിലായിരുന്നു. എനിക്കിങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ നാട്ടിലായിരുന്നു. അപ്പോൾ അവൻ അവിടെയൊക്കെ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഞാൻ കുറച്ച് നാളൊക്കെ, കാരണം മൂത്ത കുഞ്ഞാകുമ്പോൾ അവനെ സ്കൂളിലൊന്നും വിടാറായില്ലല്ലേ, അതുകൊണ്ട് നമുക്ക് നാട്ടിലൊക്കെ കുറച്ച് നിൽക്കാമായിരുന്നല്ലേ. ആ ഇതിലാകുമ്പോൾ നാട്ടിൽ അവനെ ഇങ്ങനെ ആഹാരമൊക്കെ കൊടുത്ത് ശീലിപ്പിച്ച് അങ്ങനെ ശീലിച്ച്. ഈ കൊച്ചവൻ ഇപ്പോഴാണ് ഈ വർഷം നാട്ടിൽ പോയിട്ട് വന്നപ്പോഴാണ് കൊച്ചവൻ ഇതൊക്കെ കഴിക്കാൻ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു വിസിൽ വന്നിട്ട് ഞാനിങ്ങനെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് നിങ്ങളെ കഴിക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, അത് മറന്നുപോയി കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം പിന്നെ പോയി കുളിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ തന്നെ എടുത്തോണ്ട് അങ്ങ് മറന്നുപോയി. കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാം അടുത്ത പരിപാടി എന്തുവാണ്, നമ്മുടെ തുടുപ്പ് വടിക്കലാണ്. അപ്പം ഞാൻ ഇടത്തേ കൈ കൊണ്ടല്ല കഴിക്കുന്നത് കേട്ടോ. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇടത്തേ കൈയായിട്ട് തോന്നുമോ, ഞാൻ വലത്തേ കൈ കൊണ്ട് തന്നെ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സഹായിക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.